എന്നുള്ള ഇതിലാണ് ഞാൻ ഈ വഖഫ് ആക്ട് എന്താണ്, വഖഫ് എന്താണെന്നൊക്കെ പഠനം നടത്തി. അപ്പോ ഞാനും അറിഞ്ഞു വഖഫ് എന്ന് വെച്ചാൽ ഒരു ഫുൾ സ്റ്റോപ്പാണ്. അപ്പൊ ഞാൻ ഇനി വഖഫിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അന്ന് ഒരു പഠനം നടത്തി, ഈ ചാനലുകളുടെ പിറകെ നടന്നു, പിന്നെ യൂട്യൂബ് ചാനലുകളുടെ പിറകെ നടന്നു. ആരും എന്നെ പരിഗണിച്ചില്ല, കാരണം ഞാൻ അത്ര ഫേമസ് ഒന്നുമല്ല. പിന്നെ ഞാൻ തന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ട് എന്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് മറുനാടൻ ഷാജൻ എന്നെ വിളിക്കുന്നത്. ABC വിളിച്ചു, ജനം TV വിളിച്ചു. അതൊക്കെ അപ്പൊ ഇപ്പൊ വന്നിട്ട് എന്റെ അന്നത്തെ ഉദ്ദേശം സഫലമായി. കാരണം ജനങ്ങളിപ്പം എന്താണെന്ന് ഈ വഖഫ് എന്താണെന്ന് അറിയണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ വഖഫിനെ കുറിച്ചിട്ടോ ഈ മുനമ്പത്തെ ഹിസ്റ്ററിയോ നിങ്ങളോട് പറയാൻ പോകുന്നില്ല. പക്ഷേ ഈ എങ്ങനെയാണ് 1954 വളരെ ചെറിയ ആർക്കും ഉപദ്രവം ഉണ്ടാകാത്ത രീതിക്ക് ഒരു വഖഫ് ആക്ട് കൊണ്ടുവന്നിട്ട് അത് 2024 അത് എങ്ങനെയാണ് ഒരു രാജവെമ്പാലായത് എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. ആ കഥ നിങ്ങൾ ഒരിക്കലും കേട്ട് കാണില്ല. ആ കഥ ഞാൻ എന്റെ വീഡിയോയിൽ കൂടെ പറയണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ വന്നതുകൊണ്ടും ഇത്രയും പേര് കേൾക്കാനുള്ളത് കൊണ്ടും ഞാനൊരു കൊച്ചു കഥയായിട്ട് പറഞ്ഞുതരാം. കാരണം ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാർക്കൊക്കെ അത് മനസ്സിലാക്കും. 1954 നെഹ്റു ഒരു പോത്തിനെ വാങ്ങി. ഓക്കെ, അതിന്റെ പേരാണ് വഖഫ് പോത്ത്. ആ പോത്തിനെ അദ്ദേഹത്തിന് നീട്ടമുള്ള ഒരു കയറ് കെട്ടിയിട്ട് ഒരു തെങ്ങിൽ പോയി പിടിച്ചു കെട്ടി. എന്നിട്ട് പറഞ്ഞു, നീ ഈ മുസ്ലിങ്ങളുടെ വഖഫിൽ മാത്രം കയറി മേയുക. മുസ്ലിം വഖഫിൽ നിന്ന് മാത്രമേ പുല്ല് തിന്നാവൂ. എന്നിട്ട് അദ്ദേഹം പോത്തിനോട് വീണ്ടും പറഞ്ഞു, ഇപ്പം ആരുടെയെങ്കിലും വസ്തു വഖഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് വരികയാണ് എങ്കിൽ നീ അവിടെയും കയറി മേഞ്ഞോളണം. അതാണ് വഖഫ് ബൈ യൂസർ. നിങ്ങളൊക്കെ കേട്ടാണോ വഖഫ് ബൈ യൂസർ എന്നുള്ള വാക്കിപ്പം മിക്കവാറും എല്ലാവരും കേട്ടില്ല. അപ്പൊ 54 മുസ്ലിങ്ങളുടെ വസ്തുവും പിടിക്കാമായിരുന്നു. ഈ മറ്റാരുടെയെങ്കിലും വസ്തുക്കൾ വഖഫിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശ്മശാനങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ അതായിരുന്നു 1954 അവസ്ഥ. പിന്നെ നിങ്ങൾ ആരും പറയാത്ത ഒരു അമെന്റ്മെന്റ് ആക്ട് വന്നിരുന്നു 1964. 1964 ആദ്യമായിട്ട് നാഷണൽ വഖഫ് കൗൺസിൽ വന്നത്. അതും വലിയ ശല്യമൊന്നും ഇല്ലാത്തൊരു സംഭവമായിരുന്നു, ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെ വന്നിട്ട് 1984 ഒരു അമെന്റ്മെന്റ് ആണ്. അതും നമുക്ക് വലുതായിട്ട് അതിലോട്ട് പോകേണ്ട കാര്യം ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നരസിംഹറാവു രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഒരു നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു നിയമമുണ്ട്. അതായത് സപ്പോസ് എന്റെ വസ്തുവില് ആരെങ്കിലും അതിക്രമിച്ച് കയറി കുടികെട്ടി താമസിക്കുകയാണെന്ന് വിചാരിക്കും. ഞാൻ 12 വർഷം അനങ്ങാതിരുന്ന ആ വസ്തു അവന്റേതായിരിക്കും. അതിനാണ് ലോ ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും പരാതിയുള്ള പക്ഷം ഞാൻ ഈ 12 വർഷത്തിനകത്ത് കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്യണം. എന്നിട്ട് എനിക്ക് എന്താണ് റിലീഫ് എന്നുള്ളത് ഞാൻ വാങ്ങണം. അതാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിയമം. അങ്ങനെ വരുമ്പോ വഖഫ് ബോർഡിനും 12 വർഷമല്ലേ ക്ലെയിം ചെയ്യാൻ പറ്റൂ, അല്ലേ? നിയമം എല്ലാവർക്കും തുല്യമായിരുന്നു. 1954 മുതൽ 1995 വരെ ഈ 12 വർഷം മുമ്പുള്ള സംഭവമേ ഈ പോത്തിന് മേയാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ലോ ഓഫ് ലിമിറ്റേഷൻ എടുത്ത് മാറ്റി. വഖഫ് ബൈ യൂസർ നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന വസ്തുവിൽ മേയാൻ പറഞ്ഞു. അതിൽ അന്ന് പറഞ്ഞു, എടാ പോത്തെ, നീ പണ്ടെന്നെങ്കിലും ഉണ്ടായിരുന്ന ഒരു വഖഫ് ഉണ്ടെങ്കിൽ അവിടെയും കയറി മേഞ്ഞു. അപ്പൊ എന്ത് പറ്റി? നമുക്കൊക്കെ 12 വർഷം മുമ്പ് വരെയുള്ള ക്ലെയിം ഉന്നയിക്കാൻ പറ്റുമെങ്കിൽ വഖഫ് ബോർഡിന് വന്നിട്ട് 1000 വർഷം പഴക്കമുള്ളതും ക്ലെയിം ചെയ്യാം. അതാണ് ഇപ്പൊ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രം എടുത്തെന്ന് പറയാം. ഇപ്പൊ ഈ പോത്തിനെ കയറകത്തങ്ങ് വിട്ടുകൊടുത്തു. ഒരു സ്റ്റെപ്പ്, നീ എവിടെ വേണമെങ്കിലും പോയി മേഞ്ഞു. പിന്നെ ഒന്ന് പറഞ്ഞു, അതുവരെ മുസ്ലിങ്ങളല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നുള്ളൂ ഈ വഖഫ്.
ആർക്കും വഖഫ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ, നിങ്ങളെ കൂടെ മീൻ പിടിക്കാൻ പോകുമ്പോ ഒരു സ്ക്വയർ കിലോമീറ്ററിനകത്തെ മീൻ പിടിക്കാവൂ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മീനിന്റെ എണ്ണം കുറവായിരിക്കും. അതേസമയം ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി മീൻ പിടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മീനിന്റെ എണ്ണം കൂടും. അപ്പോ ഈ മുസ്ലിങ്ങൾക്ക് മാത്രം ലിമിറ്റ് ചെയ്തിരുന്ന ഈ വഖഫ് ഉണ്ടാക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞിട്ട് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും തയ്യാറായി പോത്തിനെ പുലർച്ചെടി കയറവത്തങ്ങ് വിട്ടുകൊടുത്തു. അപ്പോ പോത്തിന് വീണ്ടും മതിയാകുന്നില്ല, അവിടെ വേറെ പോത്തുകളും കൂടെ മേയാൻ വന്നു തുടങ്ങി. അങ്ങനെ 2013 ആണ്ടിൽ നമ്മളെ കെട്ടൻ സർദാർജി വന്നിട്ട് എന്ത് ചെയ്തു, നീയാണ് മറ്റുള്ള എല്ലാ പോത്തിനേക്കാളും അവകാശമുള്ള പോത്തെന്ന് പറഞ്ഞു. അതായത് വഖഫ് ആക്ടിലെ നിയമങ്ങൾ മറ്റെല്ലാ ഇന്ത്യൻ നിയമങ്ങൾക്കും മുകളിലായിരിക്കും എന്നും പറഞ്ഞു. ഇത് ഒരു ഷെർലോക്ക് ഹോംസിന്റെ കണ്ണാടിയും കൊണ്ട് നടന്നാലേ ഈ രാജ്യദ്രോഹികള് 1954 മുതൽ 2013 വരെ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്ന് മനസ്സിലാക്കും. നമ്മുടെ ഭരണഘടന വ്യക്തമായിട്ട് പറയുന്നു, ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാണ്. എല്ലാവർക്കും വന്നിട്ട് സെക്കുലറാണ്, ഇവ വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒരേ നിയമമാണ്. ഈ വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമത്തിന്റെ ഒരു ശാഖയാണ്. അപ്പൊ ആ ശാഖയെ ഇവിടെ വരുത്തുക, അല്ലെന്ന് ഒരു മുസ്ലിം മത പണ്ഡിതനും എന്നോട് പറയാൻ പറ്റൂല ഇത് മുസ്ലിം നിയമത്തിന്റെ ശാഖയല്ല എന്നുള്ളത്. അപ്പോ അതിനെ കൊണ്ട് വരികയും അത് മറ്റെല്ലാ നിയമങ്ങൾക്കും മുകളിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഇനി ആരും കൊച്ചുകുട്ടിക്ക് പറയാൻ പറ്റത്തില്ലേ? അപ്പൊ ഇതാണ് 1954 മുതൽ ഈ 2013 വരെ ഉള്ള ഈ വഖഫ് എന്ന് പറയുന്ന പോത്തിന്റെ കഥ. അവൻ എവിടെയും കയറി കഴിയും, അവനോട് ആരും ഒന്നും ചോദിക്കരുത്, നിങ്ങൾക്ക് കോടതി പോകാൻ പറ്റത്തില്ല. അപ്പൊ വേറെ നമ്മൾ ആലോചിക്കണം, പിന്നെ 1995 ആയപ്പോ അതുവരെയുള്ള എല്ലാ കേസും സിവിൽ കോടതിയാണ് കൈകാര്യം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്താണ്, നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്ടും നിങ്ങളുടെ പ്രമാണത്തിന് വിലയുണ്ട്. കേൾക്കുന്ന ജഡ്ജി വന്നിട്ട് ഈ സിവിൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്ടും പരിശോധിച്ചിട്ടാണ് വിധി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിലേക്ക് മാറ്റി ട്രിബ്യൂണലിൽ കൊടുത്തു. എന്നിട്ട് നല്ല പറയും, അതും കോടതി ഇതും കോടതി, അദ്ദേഹത്തിന് എല്ലാ കേസും കൂടെ നോക്കാൻ പറ്റാത്തതാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. പാവം നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്, അത് ശരിയില്ലേ, അതും കോടതി ഇതും കോടതി. പക്ഷെ അവിടെ ഈ കോടതിയിൽ എന്താണ്, ശരീരത്തിലെ ഈ വഖഫ് ബോർഡിന് ഒരു ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പ്രമാണം കൊണ്ട് അവിടെ കൊണ്ട് കെടുക്കാം. അവിടെ ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടി ആണെന്നല്ല നിങ്ങൾ തെളിയിക്കണം. ഇത് പിന്നെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ പോയിട്ട് ഇത് എന്റെ വസ്തുവാണെന്നല്ല തെളിയിക്കേണ്ടത്, പിന്നെ നമ്മളെ പ്രമാണം കാണിച്ചാൽ പോരെ. ഇതിപ്പോ വഖഫ് ബോർഡ് പറയാണ് 1000 വർഷം മുമ്പ് ഒരാൾ ഉണ്ടാക്കിയ വഖഫാണ് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി 1000 വർഷം മുമ്പ് അങ്ങനെ ഒരു മുസ്ലിം ഒരു വഖഫ് ഉണ്ടാക്കിയില്ലെന്നാണ്. വ്യത്യാസം മനസ്സിലായ? അല്ല, നിങ്ങളെ പ്രമാണം ഇനി ആരും പോകേണ്ടി വന്നാലും കൊണ്ടുപോകണ്ട, ഒരു ഉപയോഗമില്ല. അപ്പൊ ഈ ദൈവം തമ്പുരാൻ വന്നാലും 1000 വർഷം മുമ്പ് ഒരു വഖഫ് ഉണ്ടാക്കിയെന്ന് തെളിയിക്കാൻ പറ്റും. ഉണ്ടാക്കിയെന്നാണെങ്കിൽ നമുക്ക് എന്തെങ്ങനെയെങ്കിലും ശ്രമിക്കാമെന്ന് വിചാരിച്ചു.